നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇഷ്ടക്കാർക്കായി സീറ്റുകൾ വീതം വെച്ചു. ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവർത്തകർ. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയതായും ആരോപണം. ദേശീയപാതയിൽ വാളറ മുതൽ നീരിമംഗലം വരെയുള്ള ദൂരത്തിൽ നടന്നു വന്നിരുന്ന നവീകരണ ജോലികൾ തുടരുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. നിർമ്മാണം പുനരാരംഭിക്കുവാൻ നടപടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭയിലും ഇടുക്കിയിലെ 3 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി DMK ജില്ലാ നേതൃത്വം. അതിർത്തി മണ്ഡലങ്ങളായ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലാകും DMK മത്സര രംഗത്തെത്തുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ സന്നാഹങ്ങൾ. സന്നിധാനവും പരിസര പ്രദേശങ്ങളും 24 മണിക്കൂറും നിരീക്ഷണ വലയത്തില്. 450 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം നോക്കാം പോരാട്ടം 2025. ഇഷ്ടക്കാർക്കായി സീറ്റുകൾ വീതം വെച്ചു. ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവർത്തകർ. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയതായും ആരോപണം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ചേർന്ന വാർഡ് കമ്മിറ്റി യോഗത്തിൽ 2 പേരൊഴികെ പങ്കെടുത്തവർ മുഴുവൻ നിർദ്ദേശിച്ചത് വാർഡ് കമ്മിറ്റി പ്രസിഡന്റായ ത്രിവിക്രമൻ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. 2 പേർ മണ്ഡലം പ്രസിഡന്റ് MS മഹേശ്വരന്റെ പേരും നിർദ്ദേശിച്ചു. എന്നാൽ വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം പൂർണ്ണമായും അവഗണിച്ച് പ്രവർത്തകരോട് കൂടിയാലോചന പോലും നടത്താതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് ആരോപണം. ഇതിനകത്ത് 2 പേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ത്രിവിക്രമൻ നായരും M മഹേശ്വരൻ്റെ പേര് മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനെ മറച്ചു കെട്ടിയാണ് എവിടുന്നോ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി ഈ വാർഡിലേക്ക് കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലും UDFന് ജയിക്കാൻ പറ്റിയ ഒരു വാർഡ് ഈ മേൽഘടകങ്ങളെല്ലാം കൂടി ആ വാർഡിനെ നശിപ്പിക്കുകയാണ്. ഇത് മേളിലുള്ള KPCCയുടെയും DCCയുടെയും ആൾക്കാർ അത് പുനഃപരിശോധിക്കണമെന്നും ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിമാരെ ചുമക്കുവാൻ 8ാം വാർഡിലെ വാർഡ് കമ്മിറ്റിക്ക് പറ്റുകയില്ല എന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും ത്രിവിക്രമൻ അറിയിച്ചു. പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്ത് മുസ്ലിം ലീഗ് മത്സരിച്ച 2 വാർഡുകൾ കൂടിയാലോചന നടത്താതെ കോൺഗ്രസ് ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ച് ലീഗും ഇവിടെ വിമതരായി മത്സര രംഗത്തുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നെടുങ്കണ്ടം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ സംഗമം നടന്നു. പഞ്ചായത്തിൽ 22 സീറ്റുകളിൽ കോൺഗ്രസും 2 സീറ്റുകളിൽ ജോസഫ് വിഭാഗവുമാണ് മത്സരിക്കുന്നത്. പരിപാടി KPCC മീഡിയ വക്താവ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാനാകുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. UDF സ്ഥാനാർത്ഥികളെ KPCC മീഡിയ വക്താവ് സേനാപതി വേണു ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നതെന്നും ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും സേനാപതി വേണു പറഞ്ഞു. ഈ പഞ്ചായത്തിന് കീഴിലുള്ള 24 വാർഡുകളിലും 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ഉജ്ജ്വലമായ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും. അപ്പോൾ ഉജ്ജ്വലമായ ഒരു വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഓരോ വാർഡിലും 1 റൗണ്ട് പര്യടനം പൂർത്തിയാക്കിയതായി നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. LDF കണ്ണമ്പടി വാർഡ് കൺവെൻഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. കൺവീനർ ഷീബ സത്യനാഥ് ഉദ്ഘാടനം ചെയ്തു. തമ്പി അധ്യക്ഷനായി.
LDF ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വികസനമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയമെന്നും ക്ഷേമ പെൻഷനുകളും വീട്ടമ്മമാർക്ക് 1000 പെൻഷനും ഉൾപ്പെടെ ജനങ്ങൾക്കായി ഭരിക്കുന്ന സർക്കാരാണ് ഇതെന്നും ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ നടത്തിയ പദ്ധതികളുടെ തെളിവാണ് നല്ല റോഡുകളും വീടുകളുമെന്നും ഷീബ സത്യനാഥ പറഞ്ഞു. CPIM ലോക്കൽ സെക്രട്ടറി MU സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉപ്പുതറ പഞ്ചായത്ത് 5-ാം വാർഡ് കണ്ണമ്പടി LDF സ്ഥാനാർത്ഥി ചന്ദ്രകുമാർ അയ്യർ, കട്ടപ്പന ബ്ലോക്ക് വളകോട് ഡിവിഷൻ സ്ഥാനാർത്ഥി AL സോണറ്റ്, ബിനോയി, ജോസ് എന്നിവർ പ്രസംഗിച്ചു. അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26 മുതൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാരെ അവരുടെ ഡ്യൂട്ടി നിർവചിച്ചും അതിലേക്ക് നിയോഗിച്ചും കണ്ട ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവികൾ, വാരണാധികാരികൾ, ഉപവാരണാധികാരികൾ എന്നിവർ യഥാസമയം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകരുടെ തപാൽ വോട്ടിനുള്ള അപേക്ഷ കൃത്യമായി സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും വാരണാധികാരികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ വാളറ മുതൽ നീരിമംഗലം വരെയുള്ള ദൂരത്തിൽ നടന്നുവന്നിരുന്ന നവീകരണ ജോലികൾ തുടരുന്നത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. നിർത്തിവച്ചിരിക്കുന്ന നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുവാൻ ഒരുവിധ നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജനപ്രതിനിധികളും ഹൈവേ വിഷയം മറന്നിരിക്കുകയാണ്. ദേശീയപാത കടന്നുപോകുന്ന 14.5 കിലോമീറ്റർ ദൂരത്തെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വനം വകുപ്പ് നൽകിയ ഹർജിയിൽ പാത കടന്നുപോകുന്ന 100 അടി വീതിയിലുള്ള സ്ഥലത്തിന് വനം വകുപ്പിന് അവകാശമില്ലെന്നും നവീകരണ ജോലികൾ തടസ്സപ്പെടുത്തരുതെന്നും ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിന്റെ പിൻബലത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 6 മാസം മുമ്പ് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് തൊടുപുഴ സ്വദേശി നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട 14.5 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ബന്ധപ്പെട്ട ഹർജിയിൽ പാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന സ്ഥലം റിസർവ് വനമാണെന്ന നിലപാട് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചതോടെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. സർക്കാർ നിലപാട് മാറി മറിഞ്ഞതോടെയാണ് കഴിഞ്ഞ നവംബർ 24-ന് ചീഫ് സെക്രട്ടറിയോട് നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗം റവന്യൂ ഭൂമിയാണോ റിസർവ് വനമാണോ എന്ന് പരിശോധിച്ച് വ്യക്തത വരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഹൈവേ വികസനം നടക്കുന്ന നേരിമംഗലം മുതൽ വാളർ വരെയുള്ള 14.5 കിലോമീറ്റർ ദൂരത്തിന്റെ അളവുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ NHAI ചീഫ് സെക്രട്ടറിക്ക് കൈമാറണം. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ രേഖകൾ പരിശോധിച്ച് ന്യായമായ കാര്യമാണെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകാൻ കഴിയുമെന്നും കോടതി പറഞ്ഞിരുന്നു. കോടതി വിധി പുറത്തുവന്ന 1 മാസത്തോളം ആകുമ്പോഴും ഇക്കാര്യത്തിൽ അനന്തര നടപടികൾ നീളുകയാണ്. ഇതിനിടെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഡിസംബർ 1-ന് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തുടരുന്ന അലംഭാവം പാതയുടെ നിർമ്മാണ ജോലികൾ പൂർണ്ണമായി തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. പെരിയാർ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സർക്കാരിന്റെ ഉത്തരവുള്ളപ്പോൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഒത്താശയിൽ നിർമ്മാണ പ്രവർത്തനം തകൃതിയായി നടക്കുന്നതായി ആരോപണം. ഇതോടൊപ്പം ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച സമീപത്തുള്ള കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതി. അടുത്ത കാലത്ത് നിർമ്മിച്ച കടകൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ വർഷങ്ങൾക്ക് മുമ്പ് പണിത കടകൾ പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ പരാതി. അതേസമയം പെരിയാറിന്റെ തീരം കയ്യേറി അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ആറ് കയ്യേറി കടകൾ നിർമ്മിക്കുകയും ഒരാൾക്ക് ഒരു നിയമവും മറ്റൊരാൾക്ക് മറ്റൊരു നിയമവുമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ കടകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ കടയ്ക്ക് അതിന് ശത്രുതയായി ഓരോ കാര്യങ്ങൾ വന്ന് പെരുമാറുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിൻ്റെ മേലുദ്യോഗസ്ഥർ വന്ന് ഇതിന് തടസ്സമുണ്ടാക്കുകയും ഒരാൾക്ക് ഒരു നിയമവും മറ്റൊരാൾക്ക് വേറൊരു നിയമവുമായി ഇവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നു. ഇന്നുപോലെ പിന്നെ ആറ്റ് പുറമ്പോക്കിൽ ഒരുപാട് കടകൾ, ചപ്പാത്ത് മുതൽ പരപ്പ് വരെ ഒരുപാട് കടകൾ ഇപ്പം തന്നെ പുതിയ കടകൾ ലൈസൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതിന് നടപടികളൊന്നും എടുക്കാതെ പുതിയതായിട്ടിപ്പോൾ 1 വർഷമായി കിട്ടിയേക്കുന്ന ഈ കടയ്ക്ക് പരാതിയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇവർ നിരന്തരമായി ഇവിടുത്തെ ഈ ഒരു ചിപ്സ് കട എന്ന് പറയുന്ന റോസ് ചിപ്സ് എന്ന് പറയുന്ന ആ കടക്കാർ നിരന്തരമായി പരാതി ചെയ്തും വെച്ച്
അവർ ആൾക്കാരെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് നമ്മളെല്ലാം മാനസികമായും ശാരീരികമായും മൊത്തത്തിൽ പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആലടിയിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പരാതി ഉയരുന്നുണ്ട്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആലടി പ്രവർത്തിക്കുന്ന റോസ് ഫുഡ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിലവിൽ പരാതി ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ ലൈസൻസ് അടക്കമുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചതാണ്, മറ്റൊരു കടയുടെ നമ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലൈസൻസ് അടക്കമുള്ള രേഖകൾ നിർമ്മിച്ചതെന്നും ഇവിടെ നിലവിൽ ആറ്റുതീരം കയ്യേറി അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ഇതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നിലവിൽ ഭരണപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടി നിലവിൽ പരാതികൾ അനവധി നൽകിയിട്ടും ഭരണപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടി ഇതൊക്കെ കണ്ടില്ല എന്നടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളെ ഇവർ ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുന്നതായും പരാതി ഉയരുന്നുണ്ട്. ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭയിലും ഇടുക്കിയിലെ 3 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി DMK ജില്ലാ നേതൃത്വം. അതിർത്തി മണ്ഡലങ്ങളായ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലാകും DMK മത്സര രംഗത്തെത്തുകയെന്നാണ് ലഭിക്കുന്ന വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേവികുളം, ചിന്നക്കനാൽ, ശാന്തൻപാറ, ഉപ്പുതറ പഞ്ചായത്തുകളിലും DMK സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഞങ്ങൾ അടുത്ത അസംബ്ലിയിലേക്ക് ഞങ്ങൾ കുറഞ്ഞതൊരു 3 സ്ഥലത്തെങ്കിലും മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 3 സീറ്റ് ഞങ്ങൾ ചോദിച്ചു മേടിക്കും. അപ്പോൾ ഇതുവരെയായിട്ട് ഞങ്ങളിലേക്ക് ഘടകകക്ഷികളായിട്ട് കേരളത്തിൽ ആരും വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ DMK തയ്യാറാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. ശരണമന്ത്രം. മണ്ഡലമകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ സന്നാഹങ്ങൾ. തീർത്ഥാടകരുടെ സുരക്ഷിതമായ യാത്രയും ദർശനവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ സന്നിധാനവും പരിസര പ്രദേശങ്ങളും 24 മണിക്കൂറും നിരീക്ഷണ വലയത്തിലാണ്. ഇതിനായി പോലീസ്, ദേവസ്വം ബോർഡ് അധികൃതർ സംയുക്തമായി 450-നടുത്ത് CCTV ക്യാമറകളാണ് പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. Delta 18 control. Delta 18 control. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൺട്രോൾ റൂമുകൾ മുഖേനയാണ് ഈ നിരീക്ഷണ സംവിധാനം ഏകോപിപ്പിക്കുന്നത്. 24 മണിക്കൂറും കണ്ണിമ വെട്ടാതെ
ശബരിമലയുടെ മുക്കും മൂലയും ഈ കൺട്രോൾ റൂമുകളിൽ നിരീക്ഷിക്കപ്പെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സംഭവങ്ങളോ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഉടനടി നടപടിയെടുക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ചാലക്കയം മുതൽ പാണ്ടിത്താവളം വരെ പ്രധാന ഇടങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ 90-നടുത്ത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തീർത്ഥാടന പാതയിലും പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിലുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദേവസ്വം ബോർഡ് 345 ക്യാമറകൾ ക്രമീകരിച്ചിരിക്കുന്നു. മരക്കോട്ടം, നടപ്പന്തൽ, സോപാനം, ഫ്ലൈ ഓവർ, മാളികപ്പുറം, പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ളവ പരമാവധി ഇടങ്ങൾ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരും വിധമാണ് ദേവസ്വം ബോർഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പോലീസും ദേവസ്വം ബോർഡും പരസ്പരം സഹകരിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും സംയുക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ പഴുതടച്ച സുരക്ഷാ നിരീക്ഷണം സാധ്യമാക്കുന്നത്. സിറ്റി വിഷൻ, സന്നിധാനം. പതിവ് തെറ്റാതെ അയ്യപ്പ സന്നിധിയിൽ കളരിമുറകൾ അവതരിപ്പിച്ച തൃശൂർ ചാവക്കാട്ടെ വല്ലഭട്ട കളരി സംഘം. തുടർച്ചയായി ഇത് 46-ാം വർഷമാണ് സംഘം ശബരിമലയിലെത്തി കളരി അഭ്യാസങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത്തവണ രാജീവ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ 14 പേരടങ്ങുന്ന അഭ്യാസികളാണ് സന്നിധാനത്തെ ശാസ്ത ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം നടത്തിയത്. സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ 65-കാരിയായ നിർമ്മല വർഷങ്ങളായി കളരി അഭ്യസിക്കുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് സന്നിധാനത്ത് പയറ്റുന്നത്. കളരി വന്ദനം, കാലുയർത്തിപ്പയറ്റ്, മെയ്പയറ്റ്, ഉടവാൾ പയറ്റ്, വടിവീശൽ, ഉറുമിപ്പയറ്റ്, കത്തിയും തടയും തുടങ്ങിയ വിവിധയിനം അഭ്യാസങ്ങളാണ് സംഘം കാഴ്ചവെച്ചത്. പത്മശ്രീ ജേതാവ് ശങ്കരനാരായണ മേനോൻ ഗുരുക്കളാണ് വല്ലഭട്ട കളരി സംഘത്തിന് തുടക്കം കുറിച്ചത്. പിന്നീടത് തലമുറയായി പിന്തുടർന്നു വരികയാണ്. തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശാഖകളുള്ള സംഘത്തിന് കീഴിൽ നിരവധി പേർ കളരി അഭ്യസിക്കുന്നുണ്ട്. സിറ്റി വിഷൻ, സന്നിധാനം. ഈ ലോകത്തിന് കർത്താവിങ്കിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത വിളക്കുകളാണ് വിശുദ്ധരെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ. പോളണ്ടിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെയും വിശുദ്ധ മരിയ ഫൗസ്റ്റിനായുടെയും തിരുശേഷിപ്പുകൾ നെടുങ്കണ്ടം കരുണ ഡിവൈൻ മേഴ്സി സെന്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ദിവ്യബലിയിലാണ് ഇടുക്കി രൂപ മെത്രാൻ വിശുദ്ധർ കർത്താവിങ്കിലേക്കുള്ള വഴികാട്ടികളായ വിളക്കുകളാണെന്ന് ഓർമ്മിപ്പിച്ചത്. വിശുദ്ധരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വെല്ലുവിളി ഓരോ ക്രൈസ്തവനുമുണ്ടെന്നും മെത്രാൻ സൂചിപ്പിച്ചു. അവരുടെ വിശുദ്ധിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടുതൽ സംപ്രീതനാവുകയും ചെയ്യും. ഈ വിശുദ്ധരെ പോലെ വിശുദ്ധി ജീവിക്കുവാനുള്ള വലിയ വെല്ലുവിളി നമുക്കുണ്ട്. ഈ കരുണയുടെ ഈ ആലയത്തിൽ അനേകായിരങ്ങൾ പ്രാർത്ഥിക്കാനായി കടന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാന അർപ്പണത്തിലും സർവോപരി അനുരഞ്ജനത്തിൻ്റെ ഉദാശാസ്വീകരണത്തിനും അനേകായിരങ്ങളാണ് ഈ ചുറ്റുപാടിൽ നിന്ന് കടന്നു വരുന്നത്. ഇടുക്കി രൂപതാ മന്ദിരത്തിൽ നിന്നും ഫാദർ ജെയിംസ് ഏറ്റുവാങ്ങിയ തിരുശേഷിപ്പുകൾ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലൂടെ പ്രയാണം നടത്തി നെടുങ്കണ്ടം കരുണ ഡിവൈൻ മേഴ്സി എത്തിയപ്പോൾ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ദിവ്യബലി മധ്യേ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ ജോർജ് തകിടിയൽ, ഫാദർ തോമസ് വട്ടവല, ഫാദർ വിജേഷ് ജോസഫ് മുള്ളൂർ, ഫാദർ തോമസ് വലിയമംഗലം, ഫാദർ ജോജോ, ഫാദർ ജെറിൻ, ഫാദർ ബെസ്റ്റോ, ഫാദർ ജെയിംസ് മാക്കിൽ, ഫാദർ വിനോദ് കാനാട്ട്, ഫാദർ പയസ് നെല്ലിയാനി, ഫാദർ ജോസ് ഓട്ടലാങ്കൽ,
ഫാദർ ജോർജ് അറയ്ക്കൽ എന്നിവർ ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും സഹകാർമ്മികത്വം വഹിച്ചു. തിരുശേഷിപ്പുകൾ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനും പങ്കെടുക്കുവാനുമായി ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ നിന്ന് 100 കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ, വെള്ളി ഗ്രാമിന് 171 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇഷ്ടക്കാർക്കായി സീറ്റുകൾ വീതം വെച്ചു. ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതരാരോപണവുമായി പ്രവർത്തകർ. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയതായും ആരോപണം. ദേശീയപാതയിൽ വാളറ മുതൽ നീരിമംഗലം വരെയുള്ള ദൂരത്തിൽ നടന്നു വന്നിരുന്ന നവീകരണ ജോലികൾ തുടരുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. നിർമ്മാണം പുനരാരംഭിക്കുവാൻ നടപടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭയിലും ഇടുക്കിയിലെ 3 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി DMK ജില്ലാ നേതൃത്വം. അതിർത്തി മണ്ഡലങ്ങളായ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലാകും DMK മത്സര രംഗത്തെത്തുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ സന്നാഹങ്ങൾ. സന്നിധാനവും പരിസര പ്രദേശങ്ങളും 24 മണിക്കൂറും നിരീക്ഷണ വലയത്തില്. 450 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.